ഒരിക്കലെങ്കിലും അദ്ദേഹം എന്നോട് കുപിതനാവുകയോ എന്നെ മർദ്ദിക്കുകയോ ചെയ്താൽ ഞാൻ സ്വതന്ത്രയാവും എന്നെനിക്കറിയാമായിരുന്നു. കുപിതനാകുവാൻ പരിശ്രമങ്ങൾ ഞാൻ നടത്തി. എന്നോടൊന്നിച്ച് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് അയാളെ കടാക്ഷിക്കുകയും അയാളുടെ അടുത്ത് ഞങ്ങളുടെ ശരീരങ്ങൾ തമ്മിൽ സ്പർശിക്കുന്ന മട്ടിൽ ഇരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, "ഇനി രണ്ടുപേരും ടിവിയിലെ ഫിലിം കണ്ടുകൊള്ളുക, ഞാൻ ഉറങ്ങട്ടെ. എൻ്റെ പ്രായക്കാർക്ക് ഉറക്കമൊഴിക്കാൻ പ്രയാസമാണ്." അദ്ദേഹത്തെ അപമാനിക്കുവാൻ ഞാൻ സൂത്രവഴികൾ തേടി. ഞാനാണ് ഗൃഹഭരണം നടത്തുന്നതെന്ന് അദ്ദേഹം മറക്കാതിരിക്കാൻ ഞാൻ പലപ്പോഴും പറഞ്ഞു. ചെലവുകൾ ചുരുക്കണം, എല്ലാറ്റിനും പണം വേണ്ടേ, ഞാൻ തന്നെ ഉണ്ടാക്കണം, അത് മറക്കണ്ട. അതുകൊണ്ടാവാം അദ്ദേഹം ക്ലബിൻ്റെ അംഗത്വം പുതുക്കിയില്ല. ഒരു സന്ധ്യയ്ക്ക് ഉദ്യാനത്തിൽ ചാരുകസേരയിൽ രോമസാൽവയും പുതച്ച് അദ്ദേഹം ഇരിക്കുന്നത് ഞാൻ കണ്ടു. "എന്താ ഇന്ന് ക്ലബിൽ പോയില്ലേ?" ഞാൻ ചോദിച്ചു. "ഇല്ല, ഞാൻ ക്ലബിൽ അംഗത്വം പുതുക്കിയിട്ടില്ല." "എന്തിനാണിത്ര പിശുക്ക് കാണിക്കുന്നത്? ക്ലബിലേക്ക് മാത്രമല്ലേ നിങ്ങൾ പോവാറുള്ളൂ. ആ സർക്കിട്ടും വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീവിതം മുഷ്പനായി തീരും." "ഞാൻ എന്തിനായി പോണം? എൻ്റെ ടെന്നീസ് കളി അത്ര വിശേഷപ്പെട്ടതൊന്നുമല്ല. എന്നെങ്കിലും ഇതിലും നന്നായി കളിക്കുമെന്ന് ആശിച്ചുകൊണ്ട് ഈ കളി തുടർന്നു പോകുന്നതിൽ യാതൊരർത്ഥവുമില്ല. അവനവനെപ്പറ്റിയുള്ള വ്യാമോഹങ്ങൾ ഉപേക്ഷിക്കേണ്ട കാലം എനിക്ക് വന്നു കഴിഞ്ഞു." "എന്നാൽ പിന്നെ നിങ്ങളെങ്ങനെ സമയം കഴിക്കും? നിങ്ങൾക്ക് ബോറാവില്ലേ? പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ ലൈബ്രറിയിൽ നിന്ന് 4 എണ്ണം തിരഞ്ഞെടുത്ത് കൊണ്ടുവരാം. കൃഷ്ണമൂർത്തിയുടെ പുസ്തകങ്ങൾ വേണോ?" "ഞാൻ എന്തിന് കൃഷ്ണമൂർത്തിയുടെ പുസ്തകങ്ങൾ വായിക്കണം? എനിക്കത്തരം പുസ്തകങ്ങൾ ഉല്ലാസം പകർന്നു തരില്ല. എനിക്ക് സമയം കളയാൻ സാധാരണ കഥാപുസ്തകങ്ങൾ മതി. കുറ്റാന്വേഷണ കഥകൾ." തൻ്റെ സർവ്വാഭിനിയോഗങ്ങളും ഉപേക്ഷിക്കുവാനുള്ള പുറപ്പാടാണ് അദ്ദേഹത്തിൻ്റെതെന്ന് എനിക്ക് തോന്നി. അവ്യക്തമായൊരു വിഷാദം എൻ്റെ ശരീരത്തെ തളർത്തി. ആത്മീയമായ ഒരായുധം വെക്കലിന് അദ്ദേഹം തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. ഞാൻ ആദ്യമായി പതറി. എൻ്റെ കൺമുൻപിൽ ഒരിക്കൽ തെളിഞ്ഞു കിടന്നിരുന്ന പാതകൾ അവ്യക്തങ്ങളായി. ക്രമേണ അവ അദൃശ്യങ്ങളായി. യൗവനം കൈവിട്ട പുരുഷന്മാർ നാണമില്ലാത്തവരാകുന്നു എന്ന് അവരുടെ ഭാര്യമാർ ആവലാതിപ്പെടാറുണ്ട്. സ്ത്രീകൾക്ക് ആ പ്രായത്തിൽ നാണം വർദ്ധിക്കും. തങ്ങളുടെ ശരീരത്തിൽ അഭംഗികൾ പ്രദർശിപ്പിക്കുന്നത് അവർക്ക് മടി കാണും. എന്നാൽ തുന്നൽ വിട്ട് അയഞ്ഞു കഴിഞ്ഞ ഗുഹ്യാവയവങ്ങൾ വൃദ്ധർ അബദ്ധത്തിലെന്ന പോലെ പ്രദർശിപ്പിക്കുന്നത് സാധാരണയാണ്. അത്തരം വികൃത ദൃശ്യങ്ങൾ സ്ത്രീകളിൽ ഉളവാക്കുന്ന മടുപ്പ് അവർക്കറിയില്ല. അദ്ദേഹം തൻ്റെ കൗപീനം അഴിച്ച് ചീഞ്ഞ പാവയ്ക്കയുടെ രൂപത്തിലുള്ള പൗരുഷചിഹ്നം ഒരു പെൻഡുലം പോലെ മെല്ലെ ഇളക്കുമാർ എൻ്റെ മുറിയിൽ ഉലാത്തിയപ്പോൾ എനിക്ക് പലപ്പോഴും ഛർദ്ദിക്കുവാൻ തോന്നി. ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു, "ഡോക്ടർ ഷീല, നീ ഛർദ്ദിക്കുന്നതെന്ത്? ആർത്തവം നിന്ന സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാൻ കഴിവുണ്ടോ?" തൻ്റെ ഫലിതപ്രയോഗത്തിൽ താൻ മാത്രമേ ചിരിക്കുകയുള്ളൂ എന്നറിഞ്ഞിട്ടും അദ്ദേഹം ഉറക്കെ ഉറക്കെ ചിരിച്ചു. അശ്ലീലമില്ലാത്ത എന്തോ ഒന്ന് ആ ചിരിയിലുണ്ടായിരുന്നു. ഞാൻ വീണ്ടും എൻ്റെ വിധിയെ പഴിച്ചു. സുഭകനായ ഒരു പുരുഷൻ്റെ ആശ്ലേഷത്തിൽ ഒതുങ്ങി രാത്രികാലം കഴിച്ചുകൂട്ടുന്ന സ്ത്രീകളോട് എനിക്ക് അസൂയ തോന്നി. അസൂയ ശാരീരിക അസ്വസ്ഥ്യം പോലെ എന്നെ തീരെ അവശയാക്കി. എൻ്റെ വായിൽ ഉമിനീർ വറ്റി. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, "ഡോക്ടർ ഷീല, നിന്റെ രോഗക്കിടക്കയിൽ നിന്നെ ആരാധിക്കുന്ന പുരുഷന്മാരുണ്ടാവണം. അവർ തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിച്ചാൽ നിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും?" "എന്നോട് വികാരപ്രകടനം നടത്താൻ ആരും ധൈര്യപ്പെടുകയില്ല. ഞാൻ ആരുമായും അടുക്കാറില്ലല്ലോ. രോഗികളെ കാണുന്നതും അവർക്ക് ചികിത്സ നിശ്ചയിക്കുന്നതും എൻ്റെ കണ്ണിൽ വെറും കൃത്യനിർവഹണം മാത്രമാണ്. അവരെ പരിശോധിക്കുമ്പോൾ ഞാൻ അവരുടെ രോഗങ്ങൾ മാത്രമേ കാണാറുള്ളൂ. അവരുടെ സ്വകാര്യ ജീവിതങ്ങളിൽ എനിക്കെന്ത് താല്പര്യം? നിന്നെപ്പോലുള്ള ഒരു സ്ത്രീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വികാരാധീനയാവും. നിനക്ക് വേണ്ട പുരുഷനെ നീ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അയാൾ ജീവിക്കുന്നുണ്ട്. എപ്പോഴാണ് അയാളുമായി നീ കൂട്ടിമുട്ടുക എന്ന് പറയുവാൻ മാത്രം എനിക്ക് കഴിയില്ല." "നിങ്ങൾക്ക് ലജ്ജയില്ല എന്നോടിങ്ങനെ പറയുവാൻ? ഭാര്യ മറ്റൊരു പുരുഷനുമായി വേഴ്ച നടത്തുമെന്ന് പ്രവചിക്കുവാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ?" "എനിക്ക് ഇത്തരം സംഭാഷണങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. പ്രവൃത്തിയിലെന്നല്ല, വാക്കിൽ കൂടി ഇത്തരമൊരു ബന്ധത്തിലേർപ്പെടുവാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല." അദ്ദേഹം വീണ്ടും ചിരിച്ചു. ചിരിക്കുമ്പോൾ ആ വായിലെ വികൃതങ്ങളായ ദന്തങ്ങൾ തെളിഞ്ഞു. ചുവന്നതും പൊട്ടിയതും വികൃതങ്ങളായ ദന്തങ്ങൾ. എന്നെ അപമാനിക്കുവാനാണ് അദ്ദേഹം തൻ്റെ പല്ലുകൾ വൃത്തിയായി സംരക്ഷിക്കാത്തതെന്ന് എനിക്ക് തോന്നിപ്പോയി. അദ്ദേഹത്തിനെ വെറുക്കുന്നുവെങ്കിൽ ആ വെറുപ്പും അദ്ദേഹം മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതല്ലേ? അദ്ദേഹത്തെ വഞ്ചിക്കുവാൻ, അങ്ങനെ എൻ്റെ പാതിവൃത്യം ഉപേക്ഷിക്കുവാൻ ഞാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല. പക്ഷേ എന്നോടടുക്കുന്ന ഓരോ പുരുഷനിലും ഞാൻ അദ്ദേഹത്തെ മാത്രം കണ്ടപ്പോൾ ഞാൻ പിന്മാറി. നടുക്കത്തോടെ ഞാൻ പാതിവൃത്യത്തിലേക്ക് തന്നെ വഴുതി വീണു. ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന പോലെ, ഉച്ഛിഷ്ടം വീണ്ടും വീണ്ടും ഭക്ഷിക്കുന്ന പോലെ
ഞാൻ എൻ്റെ ഭാര്യാധർമ്മം അനുഷ്ഠിച്ചു പോന്നു. എനിക്കൊരു വിമ്മിട്ടം അനുഭവപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒപ്പം കട്ടിലിൽ ശയിക്കുമ്പോഴും ഞാൻ വിമ്മിട്ടപ്പെട്ടു. ഞങ്ങൾ സംസാരിച്ചപ്പോൾ വാക്കുകൾ ആസ്പത്രിയുടെ മോർഗിൻ്റെ വലിപ്പുകളിൽ നിന്ന് ഊർന്നു വീഴുന്ന ശവങ്ങളെപ്പോലെയെന്ന് എനിക്ക് തോന്നി. അവയേക്കാൾ എത്രയോ ഭേദം മൗനമായിരുന്നു. അന്യോന്യം ഉണർത്തുവാൻ മൗനത്തിന് കഴിഞ്ഞു. ഉണർത്തി, പക്ഷേ ആശ്വസിപ്പിച്ചില്ല. എന്നെ തേടി ഞാൻ അലഞ്ഞു. ഒടുവിൽ തണുത്തുപോയ ചുമലുകളോടെ ഞാൻ മറ്റുള്ളവരുടെ നേർക്ക് തിരിഞ്ഞു നടന്നു. നമുക്ക് കുട്ടികളുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നീ ഇപ്പോഴും ചിരിക്കുമായിരുന്നു. നിന്റെ ചിരി കണ്ടിട്ട് എത്ര കാലമായി ഡോക്ടർ ഷീല. അത് യാഥാർത്ഥ്യത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നിപ്പോവും. നിന്റെ ചിരി ഞാൻ പണ്ടൊരിക്കൽ സ്വപ്നത്തിൽ കണ്ട ഒരു കാഴ്ച മാത്രമാണ്, അദ്ദേഹം പറഞ്ഞു. ഞാൻ ആശ്ചര്യത്തോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എത്ര മധുരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം കോമാളിയല്ല എന്ന് വരുമോ? ഒടുവിൽ അദ്ദേഹം ഒരു തത്വജ്ഞാനിയോ കവിയോ ആയി രൂപാന്തരപ്പെടുമോ? ആ കണ്ണുകളിൽ മഞ്ഞിൻ്റെ മൂടൽ ഞാൻ ശ്രദ്ധിച്ചു. മൂടലിനു പിന്നിൽ അജ്ഞാതനായ ഒരാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവുമോ? കാമമെടുത്ത് കൈകാര്യം ചെയ്യുവാൻ താല്പര്യമില്ലാത്ത പ്രേമി, എൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ കാമത്തിന് കീഴടങ്ങുന്ന ഒരാൾ. പണ്ടൊക്കെ ഞാൻ കുട്ടികളില്ലാത്തതിനെപ്പറ്റി ദുഃഖിച്ചിരുന്നു. അന്നെനിക്ക് ആ നഷ്ടത്തെപ്പറ്റി ചിന്തിക്കുവാൻ സമയമില്ല. ഒരു കുട്ടിയോടും വാത്സല്യം പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിവുണ്ടോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. വാത്സല്യത്തിനും വേണം ഒരു പ്രത്യേക പരിശീലനം. ഞാൻ നല്ലൊരു ഡോക്ടറാവാൻ പ്രയത്നിക്കുന്നു. മറ്റൊരു റോളും ഞാൻ കാക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ കൂടുതൽ വിളർത്തതായി എനിക്ക് തോന്നി. സംസാരിച്ചപ്പോൾ ആ സ്വരം തെല്ലിടറി. നല്ലൊരു ഭാര്യയാവുവാൻ നീ ഒരിക്കലും കാക്ഷിച്ചിട്ടില്ലേ ഡോക്ടർ ഷീല? അദ്ദേഹം ചോദിച്ചു. ഞാനൊന്നും പറയാതെ കിടന്നു. എൻ്റെ മാറിടം വർദ്ധിച്ച ശ്വാസഗതിക്കനുസരിച്ച് പൊങ്ങുകയും താഴുകയും ചെയ്തു. അദ്ദേഹം കുനിഞ്ഞു നിന്ന് എൻ്റെ മുഖം തൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. പ്രേമരോഗികളുടെ ഉച്ഛ്വാസത്തിനും വിയർപ്പിനും പഴുത്ത ഗന്ധമാണ്. മധുരമെങ്കിലും മനം മടിപ്പിക്കുന്ന ഗന്ധം. ഞാൻ അസ്വസ്ഥമായി മുഖം തിരിച്ചു. എൻ്റെ ചോദ്യത്തിന് നീ എന്താണ് ഉത്തരം പറയാഞ്ഞത് ഡോക്ടർ ഷീല? അദ്ദേഹം ചോദിച്ചു. നിങ്ങൾക്ക് എന്നേക്കാൾ 21 വയസ്സിൻ്റെ പ്രായക്കൂടുതലുണ്ട്. ഞാനൊരിക്കലും നിങ്ങളെ എൻ്റെ ഭർത്താവായി കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞു. നീ പറഞ്ഞത് സത്യമല്ല. നീയും ആവേശം പ്രകടിപ്പിച്ച നാളുകൾ ഞാൻ ഓർക്കുന്നു, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ കലർന്ന ശൃംഗാരം എന്നെ ചൊടിപ്പിച്ചു. ഞാൻ ധൃതിയിൽ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അദ്ദേഹം എന്നെ കിടക്കയിൽ തന്നെ കിടത്തുവാനൊരു ശ്രമം നടത്തി. ഞാൻ ആ കൈകൾ കുടഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണട നിലത്ത് വീണ് പൊട്ടി. അത് തപ്പിയെടുക്കുമ്പോൾ യാതൊരു കാരുണ്യവും കൂടാതെ ഞാൻ അവ സാവധാന ചലനങ്ങളെ നോക്കിക്കണ്ടു. അദ്ദേഹത്തിൻ്റെ മുണ്ടിനടിയിൽ തെളിഞ്ഞു കണ്ട കൗപീനവും എന്നിൽ വെറുപ്പുളവാക്കി. മുണ്ടൽപ്പം നീങ്ങിയപ്പോൾ വേരിക്കോസ് ഞരമ്പുകൾ പ്ലാവിൻ്റെ വേരുകൾ പോലെ വീർത്തും കട്ടപിടിച്ചും കാണപ്പെട്ടു. വൃദ്ധൻ, പടുവൃദ്ധൻ. എൻ്റെ മനസ്സ് മന്ത്രിച്ചു. പക്ഷേ എൻ്റെ ചുണ്ടുകൾ ചലിച്ചതേയില്ല. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ.